എവിടെ റിയാക്ഷൻ വീഡിയോ ഉണ്ടോ അവിടെ മച്ചാനുണ്ട്. അങ്ങനെ 8 മാസം കൊണ്ട് 1 മില്യൺ ഫോളോവേഴ്സ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ കുതിക്കാണ്. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ക്രൈസി അനൂപ്. എങ്ങനെ പോകുന്നു കണ്ടന്റ് ക്രിയേഷൻ? കണ്ടന്റ് ക്ഷാമമില്ല. ഇൻസ്റ്റഗ്രാം കൂട്ടിക്കെട്ടിയാലേ നമുക്ക് എന്തെങ്കിലും ക്ഷാമം വരത്തുള്ളൂ. ഡെയിലി ഒരു 10-20 വെച്ച് അങ്ങോട്ട് ഇട്ടാലോ എന്ന് ആലോചിക്കുന്നത്. ഈ ക്രൈസി അനൂപ്, ജോക്കർ അങ്ങനെയൊക്കെയാണ് പേരിട്ട് വെച്ചേക്കുന്നത്. അതെന്താ അങ്ങനെ ഇട്ടേക്കുന്നത്? ക്രൈസി എന്ന് വെച്ച് കഴിഞ്ഞാല് വിരോധാഭാസം. ബോറടിക്കില്ലേ ഡെയിലി 12? അത് കാണുന്നവർക്ക് എനിക്കൊരു ബോറടിയില്ല. നീങ്ക ரொம்ப நல்லா இருக்கணுங்க. രസം വേണ്ടേ, കാണുന്നവർക്കൊരു ഹരം വേണ്ടേ. കല്യാണം കഴിക്കണമെന്നാ കല്യാണം കഴിക്കും എനിക്ക് കുഞ്ഞിക്കാരി കാണണേ. ഇപ്പം 10 മാസമായി കാണും. ഒരു നവജാത ശിശുവിന് ഞാൻ ജന്മം നൽകിയിരിക്കുന്നു. മാർക്കറ്റ് ഇരിക്കുന്നു. നോർത്തിന്ന് വരെ പെമ്പിള്ളാര് വിളിക്കുന്നത്. എനിക്കങ്ങനത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ്. ഓക്കേ, വല്ല പണിക്കും പോടാ. ചാണകത്തിൽ ചാടിയിട്ട് ഒരു ചലഞ്ചിങ് വീഡിയോ, എനിക്ക് തോന്നുന്നു യൂട്യൂബിലെ ആദ്യത്തെ ചലഞ്ചിങ് വീഡിയോ അതാന്ന് തോന്നുന്നു. അവരുടെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും സഹിക്കും, പക്ഷെ നാട്ടുകാർ എന്നുള്ളൊരു ഇതാ. എവിടെ ചെന്നാലും എന്താടാ പന്നി. അത് അർജുനും പിന്നെ സീക്രട്ട് ഏജന്റും പിന്നെ ഷാജൻ സക്രിയ അങ്ങനെയുള്ള പുള്ളി മറുനാടൻ മലയാളി അങ്ങനെ. അത് പക്ഷെ വിമർശനാത്മകമായിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലായിരുന്നു അവർ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിലോട്ട് ഞാൻ അത് അധികം ഇറങ്ങാത്തതാ. പബ്ലിക്കിൽ ഭയങ്കര റിസ്ക് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നത് റിസ്ക് ഉണ്ട്. ഒന്നുമില്ല, ബിയറടിച്ചോണ്ടിരുന്നത് ഞാൻ ഒരാളുടെ പോയി ഇങ്ങനെ ചോദിച്ചിട്ട് തിരിയുമ്പോൾ നീ ഞങ്ങളോട് ചോദിക്കത്തില്ലടാന്ന് പറഞ്ഞിട്ട് ബിയർ പൊട്ടിച്ചിട്ട് കുത്താൻ വേണ്ടി. ഹലോ ഹായ് എവരിവൺ, വെൽക്കം ടു മൈൻഡ്സ്കേപ്പ്. ഇറ്റ്സ് മീ ശിൽപ. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി വൈബ് ഗസ്റ്റ് ആണ്. എവിടെ റിയാക്ഷൻ വീഡിയോ ഉണ്ടോ അവിടെ മച്ചാനുണ്ട്. അങ്ങനെ 8 മാസം കൊണ്ട് 1 മില്യൺ ഫോളോവേഴ്സ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ കുതിക്കാണ്. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ക്രൈസി അനൂപ്. വെള്ളമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഇൻട്രോ? അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ. താങ്ക് യു. ഇത്രയും നല്ലൊരു തുടക്കം. അടിപൊളി. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, സ്വസ്ഥം, ശാന്തം. ഈ ലുക്കിൽ പക്ഷെ ഇങ്ങനെയല്ല ഇൻട്രോ പറയണ്ടേ. അസ്സലാമു അലൈക്കും എന്നായിരുന്നു പറയണ്ടേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. ശരി ശരി ശരി. എന്നിട്ട് എങ്ങനെ പോണു ലൈഫൊക്കെ? അടിപൊളി അടിപൊളി, പീസ്ഫുൾ ലൈഫാ. എങ്ങനെ പോകുന്നു കണ്ടന്റ് ക്രിയേഷൻ? കണ്ടന്റ് ക്ഷാമമില്ല. ഇൻസ്റ്റഗ്രാം കൂട്ടിക്കെട്ടിയാലേ നമുക്ക് എന്തെങ്കിലും ക്ഷാമം വരത്തുള്ളൂ. അതുകൊണ്ട് അടിപൊളിയായിട്ട് ഡെയിലി ഒരു 10-20 വെച്ച് അങ്ങോട്ട് ഇട്ടാലോ എന്ന് ആലോചിക്കുന്നത്. ഇപ്പൊ എത്ര എണ്ണം വെച്ചിട്ടാ ഡെയിലി ഇടുന്നത്? ഇപ്പൊ ഒരു 12 ഡെയിലി 12 എണ്ണോ? പിന്നെ ഒരു രസം വേണ്ടേ, കാണുന്നവർക്ക് ഒരു ഹരം വേണ്ടേ. ബോറടിക്കില്ലേ ഡെയിലി 12? അത് കാണുന്നവർക്ക്, എനിക്കൊരു ബോറടിയില്ല. അപ്പൊ ഇപ്പൊ തുടങ്ങും രാവിലെ എണീറ്റ പാട് വീഡിയോ? രാവിലെ 5 മണിയാകുമ്പോ ഞാൻ എന്റെ കർമ്മത്തിലേക്ക് അങ്ങോട്ട് കടക്കും. 5 മണിക്ക് എണീക്കോ? ശരിക്കും? അല്ലല്ലോ, 9 മണിയാകുമ്പോഴത്തേക്ക്. കള്ളം പറയാന്ന്? ഇല്ല പിള്ളേച്ച അങ്ങനെ കള്ളം പറയാറില്ല. രാത്രിയിലത്തെ അല്ലറ ചില്ലറ മോഷണമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോഴത്തേക്കും ഒരു 10-12 മണിയൊക്കെ ആവും. എന്താ രാത്രി മോഷ്ടിക്കാന്? അല്ല, കണ്ടന്റ് അടിച്ചു മാറ്റണ്ടേ, വല്ലോണ്ടൊക്കെ ഈ കണ്ടന്റ് എവിടുന്ന കിട്ടുന്നത്? അതായത് ഏതെങ്കിലും പേജിൽ മാത്രം എടുക്കുന്നതാണോ? ഞാനൊന്നും എടുക്കാൻ പോവാറില്ല. അണ്ണാ ഇന്നാ ഇത് ചെയ്, അണ്ണാ ഇന്നാ ഇത് ചെയ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേരുമാര് കൊണ്ടിടും. അപ്പൊ എനിക്ക് കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എടുക്കുമ്പോൾ ഞാൻ അങ്ങ് ചെയ്യും, അതെടുത്തങ്ങ് ചെയ്യും. രസമാണ്, ഞാനും എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ മാത്രം ഞാൻ എടുക്കും, ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യും. ഈ ക്രൈസി അനൂപ്, ജോക്കർ അങ്ങനെയൊക്കെയാണ് പേരിട്ട് വെച്ചേക്കുന്നത്. അതെന്താ അങ്ങനെ ഇട്ടേക്കുന്നത്? ക്രൈസി എന്ന് വെച്ച് കഴിഞ്ഞാല് വിരോധാഭാസം എന്നൊക്കെ ഒരു മീനിങ് ഉണ്ടല്ലോ. അതിന്റെ മലയാളം മീനിങ് അങ്ങനെയാണ് ക്രൈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതെപ്പോഴും ഒരു ക്രൈസി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ചിന്തിക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ അഗ്രസീവ് ആയിരിക്കും തോട്ട് പോകുന്നത്. പിന്നെ ജോക്കർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരെയും നമ്മൾ ചിരിപ്പിക്കാൻ രണ്ട് ജോക്കിംഗ് ഉണ്ട്. ഒന്ന് ഡബിൾ, അത് ഇതുവരെ ആരും കണ്ടിട്ടില്ല ആ ഒരു ഫേസ്. അങ്ങനെ ഒരു ഫേസ് വേണമെങ്കിൽ വരുത്താം. എനിക്കങ്ങനത്തെ. പിന്നെ ജോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സങ്കടപ്പെട്ടാലും മറ്റുള്ളവരെ ഇങ്ങനെ ചിരിപ്പിക്കുക, എന്റർടൈൻ ചെയ്യുക, അതിന്റെ ഒരു ജോക്കറിന്റെ യഥാർത്ഥമുള്ളൊരു നമ്മൾ കണ്ടിതുവരെ കേട്ടിട്ട് വന്നേക്കുന്ന ഒരു ഇത്. പിന്നെ
ആ ഒരു കോൺസെപ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം എല്ലാവരെയും ചിരിപ്പിക്കുക, നമ്മൾ കരഞ്ഞാലും ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുക മറ്റുള്ളവരെ. അതൊരു അൺലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് ഈ സന്തോഷം എന്ന് പറയുന്ന സാധനം നമുക്ക് എവിടെയും പോയി മേടിക്കാൻ പറ്റത്തില്ല, നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു സംഭവം എനിക്ക് ചെയ്യാൻ പറ്റുന്ന, അങ്ങനൊരു സംഭവം എനിക്ക് ആൾക്കാരിലേക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് എൻ്റെ ഒരു സക്സസ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത്രയും ഒരു 1 മില്യൺ ഫോളോവേഴ്സിലൊക്കെ എത്തിപ്പെട്ടത്. അല്ലാതെ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരെ എടുത്തു വെച്ച് പഞ്ഞിക്കിടിയാണ് ആൾക്കാർ, നിൽക്കാൻ സ്ഥലമില്ല. ഭയങ്കര ഹേറ്റിങ്ങാ. കാരണം നമ്മള് മറ്റുള്ളവരെ കണ്ടന്റ് അടിച്ചു മാറ്റിയിട്ട് ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു ടോക്ക് ഓൾറെഡി ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഇത് മാത്രം ഫോക്കസ് ചെയ്ത് 1 മില്യൺ അടിക്കുക എന്ന് പറയുമ്പോൾ അത്രയും നമ്മളെ ഇഷ്ടപ്പെടുന്ന അത്രയും ആൾക്കാരുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ഇഷ്ടപ്പെടാത്ത ഒരിക്കലും ഒരാൾ ഫോളോ ചെയ്ത് വെക്കത്തില്ലായിരിക്കും. 8 മാസം കൊണ്ട് 1 മില്യൺ അടിക്കുക എന്നുള്ള വലിയ കഴിവാണ്. ഇപ്പം 10 മാസമായി കാണും. ഒരു നവജാത ശിശുവിന് ഞാൻ ജന്മം നൽകിയിരിക്കും. ഈ നമ്മുടെ ഈ പേജിന് ഒരു 1 ഇയർ ആയി കാണും. 1 ഇയർ എന്നല്ല, ആക്ച്വലി ഞാൻ 2019 വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻസ്റ്റയില് പ്രോപ്പറായിട്ട് വന്നിട്ട് ഇപ്പൊ ഒരു 10 മന്ത് ആയി കാണും. 10 മാസം അതല്ലേ ഞാൻ പറഞ്ഞേ, 10 മാസം. അപ്പൊ ഇതുവരെയുള്ള ലൈഫ് നോക്കുമ്പോ എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. നമ്മള് കീപ്പോട്ടല്ല, ചീനിക്കിഴങ്ങ് ഒരു താഴോട്ടല്ല പോയത്, നമ്മള് മേപ്പോട്ട് വളർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുന്നു. വീട്ടിലൊക്കെ എന്ത് പറയുന്നത്, സപ്പോർട്ടാണോ എല്ലാവരും? നല്ല സുഖം, വീട്ടിലൊക്കെ നല്ല സുഖമാണ്. അല്ല, ചീത്ത പറയാറുണ്ടോ? കണ്ടന്റ് മാത്രം നേരെ മര്യാദക്ക് പണിയെടുത്തോണ്ടിരുന്ന ഞാനാ, മീൻസ് ജോലി, പിന്നെ സബോർഡിനേറ്റ്സ്, അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയൊരു സംഭവം. വലിയ ആളായിരുന്നു. എന്നിട്ട് അപ്പൊ വീട്ടുകാർ ഇപ്പൊ എന്താ പറയുന്നേ? ഒരു ഡയലോഗ് പറഞ്ഞേ, അമ്മക്ക് പറയുന്നേ. വലിയ പണിക്ക് പോടേ. അച്ഛൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിക്കും പ്രായമായി, എനിക്ക് കുഞ്ഞിക്കാലി കാണണേ, ക്രെഞ്ചാക്കാല്ലോ, അങ്ങനൊക്കെ പറയാൻ തുടങ്ങിയില്ലേ? അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞേക്കുന്നത് അപ്പൻ റിട്ടയർഡ് ആയി, ഇനി കുറച്ച് നാളോടൊക്കെ ജോലിക്ക് പോവാം. എന്നോട് പറഞ്ഞേക്കുന്നത് ഞാൻ എന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും, അല്ല ജോലി കഴിഞ്ഞ്, അല്ല ജോലി മീൻസ് റിട്ടയർഡ് ആയി തിരിച്ചു വരുന്നതിന് മുമ്പ് നീ പെണ്ണ് കിട്ടിയിട്ട് നീ ഔട്ടാ വീട്ടിൽ നിന്ന് എന്താ പറയുന്നത്. അപ്പൊ കല്യാണ പ്ലാൻസ് ആണ് ഇനി. ഇനിയിപ്പം കല്യാണം. ഞാൻ ഒരു കാര്യം പറയാം, ഇതുവരെ കമ്മിറ്റഡ് അല്ല. പറയാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം ജസ്റ്റ് ടെക്സ്റ്റ്, ഞാൻ റിപ്ലൈ തരും. ഓ, അല്ലാതെ തന്നെ കുറെ മെസ്സേജസ് വരുന്നില്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. എന്നിട്ട് അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ സമയമുണ്ടോ? സമയമുണ്ടോന്ന് ചോദിച്ചാ എല്ലാവർക്കും കൂടി ഇല്ല, പക്ഷെ എല്ലാവർക്കും കൂടി ഇല്ല. എന്താ പറയുന്നവരൊക്കെ ഐ ലവ് യു എന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ടോ? അങ്ങനൊന്നും പറയുന്ന പിള്ളേരൊന്നും കണ്ടിട്ടില്ല. എല്ലാരും വീഡിയോ വെച്ചിട്ട് ചേട്ടാ എന്നെ ഒന്ന് വയത്താക്കി കേട്ടാ, എന്നെ ഒന്ന് എറിലാക്കി കേട്ടാ, അങ്ങനെയൊക്കെ പറയുന്നവരെ അങ്ങനെ പറയും. കണ്ടന്റ് അത്യാവശ്യം നല്ല കണ്ടന്റുകളൊക്കെ തന്നെ. പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വീഡിയോസ് ഇട്ട് ഒരുപാട് നാളുകൊണ്ട് റീച്ച് ഇട്ടാതെ വീഡിയോസ് ഇടുന്നവരുണ്ട്. അപ്പൊ എന്നോട് പറയും, ചേട്ടന് ഒന്നും മുഖം കാണിച്ചാൽ മതി ചേട്ടാ, ഞാൻ വയറില്ല. പിന്നെ ഞാൻ പറയും, ഞാൻ എന്റെ പൈസ അത്രയ്ക്കൊക്കെ വാല്യൂ ഉണ്ടോ എന്നിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ പിന്നെ ഞാനെന്തിനായിട്ട് നോർത്തിൽ നിന്ന് വരെ പെമ്പിള്ളേർ വിളിക്കുമെന്ന്, സത്യമായിട്ടും നോർത്തിൽ നിന്ന് വരെ പെമ്പിള്ളേർ വീഡിയോ അയച്ചിട്ട് ബ്രോ കൻ യു ഡു നീഡ്ഫുൾ ദിസ് വീഡിയോ. ഞാൻ പറയാം കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്, അപ്പം ഈ വീഡിയോ ഒന്ന് ചെയ്തു തരൂ എന്നൊക്കെ ചോദിച്ച് റിക്വസ്റ്റ്, ഹിന്ദിക്കാര്. ഞാൻ പറയും അങ്ങനെ ഞാൻ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സാധനം ഇവിടുത്തെ ആൾക്കാർക്ക് ദഹിക്കത്തില്ല, മനസ്സിലായി? നമ്മള് ഇന്ന് ഗേൾസിന്റെ കണ്ടന്റ് കുറച്ച് കൂടുതൽ പരാമർശം ഉണ്ടെന്ന്. അതാ ആക്ച്വലി ഇതില് നോർത്തിലോട്ട് പോയ നോർത്തിലെ ഗേൾസിന്റെ കൂടുതൽ വീഡിയോ എടുക്കുന്നത്. അവരൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഇതുപോലെ വീഡിയോ. വോയിസ് ഒന്നും അങ്ങനെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അതല്ലേ സത്യം. മാർക്കറ്റ് ഇരിക്കുന്നു. ഞാൻ വെറുതെ പിള്ളേര് കമന്റ് ബോക്സിൽ പറയുന്നത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ പറയുന്നില്ല. ഒരു ബോയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാല് 24 മണിക്കൂർ കഴിഞ്ഞാലും ഒരു 1 lakh അടിക്കത്തില്ല. മറിച്ചൊരു ഗേളിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാല് ഒരു 1 hour കൊണ്ട് 1 lakh എബോവ് പോകും, ചിലപ്പോ 1 million അടിക്കും. അങ്ങനെ നോർത്തിലെ വീഡിയോസ് എടുക്കുമ്പോൾ കൂടുതൽ വ്യൂസ് അവിടെ നിന്ന് കിട്ടും, നോർത്തിൽ നിന്ന് കിട്ടും. ഭയങ്കര ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് നോർത്തിൽ നിന്ന്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള നമ്മുടെ ഫോളോവേഴ്സിനേക്കാളും കൂടുതൽ നോർത്തിൽ നിന്ന്. ഓൾ ഓവർ ഇന്ത്യ
പിന്നെ ഔട്ടർ ഇന്ത്യ, വേൾഡ്, അങ്ങനെയാണ് എൻ്റെ കണ്ടന്റ് പോകുന്നത്. ഞാൻ അങ്ങനെ കണ്ടന്റ് സെലക്ട് ചെയ്യാറുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് ദഹിക്കത്തില്ല. പക്ഷേങ്കിൽ ഞാൻ ഈ ദുബായിലിരുന്നില്ലേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പം ഞാൻ ഈ മലയാളത്തിലുള്ള വീഡിയോസ് വളരെ കുറവായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് ആ ഒരു സർക്കിളിലോട്ട് ഈ വീഡിയോസ് എത്തി തുടങ്ങി. അപ്പോൾ ഒരുപാട് ഫോറിനിലുള്ള ആൾക്കാർ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ തുർക്കിയിലും അവിടെയുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ USA, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, അങ്ങനെയൊന്നും വേണ്ട, ലോകത്തുള്ള എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നോർത്തിലോട്ട് അന്വേഷിച്ച് വരേണ്ടി വരുമോ? എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ആക്ച്വലി, മുംബൈയിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പോസിബിൾ അല്ല, നടക്കത്തില്ല. നമുക്ക് സപ്പോർട്ട് നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ. ഗോവയിൽ പോയിട്ടായിരുന്നില്ലേ മമ്മൂട്ടീനെ തപ്പിമോ ഞാൻ ഗോവയിൽ പോയി. ആ ഒരു ഐഡിയ എവിടെ നിന്ന് വന്നതാ? അതെൻ്റെ കൂടെ ഒരു കുരിപ്പുണ്ട് ആക്ച്വലി. ഞാനിങ്ങനെയൊക്കെ ആയിത്തീരാൻ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് എന്നെ ഇങ്ങനെ വളർത്തിയെടുത്തത്. അപ്പൊ അവന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്ന കുറെ കുസൃതി കാര്യങ്ങളുണ്ട്, അതൊക്കെ എന്നിലേക്ക് ഇൻജക്ട് ചെയ്ത് വയ്ക്കും. അപ്പൊ ഞാൻ അതിനനുസരിച്ച് പെർഫോം ചെയ്യും. അവന്റെ പേര് നിഖിൽ വിജയൻ എന്ന് പറയും. ഇപ്പം ഇതെല്ലാം വിട്ടിട്ട് അവന്റെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ട ഒരു പ്രിപ്പറേഷനിലാണ്. ഒരു ആധ്യാത്മിക അതായത് ലൗകിക ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടിട്ടുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിട്ട് ഇപ്പൊ അവൻ മാറി നിൽക്കുന്നതേ ഉള്ളൂ. ദുബായി പോയി, അവിടെ നിന്നായിരുന്നല്ലോ എല്ലാത്തിന്റെയും തുടക്കം. എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റോറി? ആക്ച്വലി ഞാൻ 2019 വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു യൂട്യൂബില്. അത് കുറേ പൈസ മുടക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഈ M4ടെക്, ഫിറോസിക് അവരൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോസ് ആയിരുന്നു ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് നല്ല ബഡ്ജറ്റ് ആവും, ഓരോ സാധനങ്ങൾ മേടിക്കുന്നതിനും അസംബിൾ ചെയ്യുന്നതിനും അത് വീഡിയോ ആക്കുന്നതിനും. പിന്നെ ഫുഡാണെങ്കിൽ കുക്കിംഗ് ചെയ്യുന്നതിന് കാട്ടിലും മേട്ടിലൊക്കെ പോയിട്ട് തല്ലിക്കൊന്ന കോഴിയും കൊണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് പപ്പും കൂടെയും പറിച്ചു ചിക്കനൊക്കെ ഉണ്ടാക്കി തിന്നാനൊന്നും കൊള്ളൂല്ല, പക്ഷേ കാണാൻ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊച്ചു കൊച്ചു പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ അലങ്കരിച്ച് ആ ഒരു രസമായിരുന്നു ആ ടൈമില്. അത് കഴിഞ്ഞ് കോവിഡൊക്കെ ആയപ്പോഴത്തേക്കിനും സീനായി തുടങ്ങി. പക്ഷെ ആ ടൈമിലാണ് ഞങ്ങളിങ്ങനെ ചെയ്തു വന്നത്. പക്ഷെ മറ്റുള്ളവരൊക്കെ ഇട്ടു. ഏതാണ്ട് 200 വീഡിയോകളും ഉണ്ട്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബുൾജെറ്റ് ആദ്യം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ചാണകത്തിൽ ചാടിയിട്ട് ഒരു ചലഞ്ചിങ് വീഡിയോ. എനിക്ക് തോന്നുന്നു യൂട്യൂബിലെ ആദ്യത്തെ ചലഞ്ചിങ് വീഡിയോ അതാണെന്ന് തോന്നുന്നു, ഈ ബുൾജെറ്റ് ചാണകത്തിൽ ചാടി. അപ്പൊ അത് ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഞാനും പോയി ചാണകത്തിൽ ചാടി. ആ വീഡിയോ ഞാൻ തരാം, കാണാം, നല്ലൊരു വീഡിയോ. അതെന്റെ ആദ്യത്തെ ഒരു നല്ല തീരുമാനമായിരുന്നു. അതോടുകൂടി നാട്ടുകാർക്ക് ഒരു തീരുമാനമായി അവന് ഭ്രാന്താന്നുള്ള കരുതി. അത് ഭയങ്കരമായിട്ട് അതിനെ അറിയുമായിരുന്നില്ലേ നാട്ടുകാരെന്തായാലും പറയുന്നില്ലേ. ആ ടൈമിൽ എങ്ങനെയും ഒക്കെ വൈറലാവുക, ഇങ്ങനെ അങ്ങോട്ട് പോവാന്നുള്ള ഒരു ആ സമയത്തെ ട്രെൻഡിങ് അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈക്കിളിന് തീയിടുക, വീലയിൽ ടയർ കെട്ടിയിട്ട് മറ്റേ ഗോസ്റ്റ് റൈഡർ കളിച്ച് അങ്ങനത്തെ സൈക്കിൾ ഉണ്ടാക്കുക, പിന്നെ അമ്പും ബില്ലും ഉണ്ടാക്കിയിട്ട് മീനെ പിടിക്കാൻ പോവുക. കുറെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് വന്നിട്ട് ചെയ്യുന്നതാ. ആ വീഡിയോ എല്ലാം ഞാൻ തരാം, കണ്ട് സയൂജിയോടെ. പ്രത്യേക ഒരു സാഹചര്യത്തിൽ അത് ഞാൻ തന്നെ എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത്. മീൻസ് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പോഴത്തെ സമൂഹത്തിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അന്നാണെങ്കിൽ അതൊരു രസം, എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പോകും. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ അതിട്ട് അതിനൊന്നും റീച്ച് കിട്ടിയില്ല. കാരണം അതൊക്കെ ഒരുപാട് പൈസ മുടക്കിട്ട് ചെയ്ത വീഡിയോസാണ്. ഏതോ ഒരു വീഡിയോയ്ക്ക് തന്നെ എങ്ങനെ വലിയൊരു 10,000-10,000 രൂപ ചെലവാ അന്നത്തെ സമയത്ത്. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ KSEBിൽ സബ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുക. അപ്പം അവിടെ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങളിങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു ആഴ്ച സൺഡേ ഞങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യും പ്രീമിയർ പ്രോയിലിട്ട്. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു ആ വീഡിയോസിൻ്റെ ഒക്കെ ക്വാളിറ്റി ഇപ്പോഴും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഓടുമെന്നാണ് തോന്നുന്നത്. പക്ഷെ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഫെയിം നിൽക്കുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം നമ്മളെ ഉരുട്ടി പിഴിയും. മനസ്സിലായോ? എന്തിനാ നമ്മളായിട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തരാം. സന്തോഷം. ഈ നമ്മളെവിടുന്ന് വന്നു? അത് അങ്ങ് മലപ്പുറം സൈഡിൽ നിന്ന് വന്ന്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വർക്ക് ചെയ്ത് ദുബായിലാന്ന്. അപ്പൊ നമ്മന്റെ കൂടെ ഉള്ളവരെല്ലാം ഓരെല്ലാം അവിടെ ഉള്ള ആൾക്കാരാ. അപ്പൊ ഓരുടെ കൂടി ഇങ്ങനെ സംസാരിച്ച് ഓടെല്ലാം സംസാരം നമ്മളിങ്ങനെ പിടിച്ച് അത് ഒരു രസമാണ്, ഒരു വൈബാണ്. നമ്മള് പ്രോപ്പർ മലയാളം സംസാരിക്കുന്നവരാ പത്തനംതിട്ടക്കാരെന്ന് പറയുമ്പോൾ. അപ്പം പ്രോപ്പർ മലയാളം സംസാരിക്കുമ്പോൾ എനിക്ക് ഇത്തിരിയുടെ ടഫായിട്ട് ആ ലാംഗ്വേജ് തോന്നി. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ലാംഗ്വേജ് കേൾക്കുമ്പോൾ നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു 2019 സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ട്രെൻഡിങ് ആവുന്നതിന് മുമ്പേ ആർക്കും അറിയത്തില്ല അങ്ങനെ ലാംഗ്വേജ് പെട്ടെന്ന് ഇങ്ങോട്ട് വരത്തില്ല. പണ്ടത്തുള്ള സിനിമ കണ്ടു തുടങ്ങിയാൽ പോലും നമുക്ക് പെട്ടെന്ന് അങ്ങനെ കുതിരവട്ടം പപ്പുച്ചേട്ടൻ്റെ അങ്ങനെ കുറച്ച് ക്യാരക്ടറുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ മമ്മൂക്കയുടെ
മമ്മൂക്കാച്ചേട്ടൻ്റെ സൗണ്ടൊക്കെ പ്രോപ്പർ ആ ഒരു സ്ലാങ് വരുന്നത്. അവർ പ്രോപ്പറായിട്ട് ആ ലാംഗ്വേജ് യൂസ് ചെയ്ത് വരുന്നത്. പക്ഷെ അവരുടെ ആ ഒരു സംസാരം കേൾക്കാൻ ഭയങ്കര രസമല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങോട്ട് എടുത്ത് കടന്ന് പക്ഷെ അത് ക്ലിക്കാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ആ സൈഡിലോട്ടാണ്. കോഴിക്കോട്, മലപ്പുറം, അങ്ങനെ ആ പാലക്കാട് അങ്ങോട്ട് പിന്നെ കാസർഗോഡ് വരെ ഭയങ്കര രസമാണ്. അവിടെ നിന്നുള്ള ആൾക്കാർ ഒരുപാട് പേര് മെസ്സേജ് അയക്കും, വീഡിയോസ് അയച്ചു തരും. പക്ഷെ നമ്മൻ്റെ അവിടോട്ട് വലിയ ആദ്യം അവിടെ ദുബായി പോയിട്ട് ചെയ്ത വീഡിയോ ഏതായിരുന്നു? ആദ്യം ഞാൻ ചെയ്തത് ആക്ച്വലി ഈ റിയാക്ഷൻ വീഡിയോ തന്നെ. അതെങ്ങനെ? അപ്പൊ റൂമിലിരിക്കുമ്പോ വെറുതെ തോന്നിയതാണോ? റൂമിൽ ഇരിക്കുമ്പോ അല്ല, ഞാൻ ഈ ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബായിരുന്നു. ഒരു ദിവസം ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പൊ എന്തിനാ ദുബായി പോയ? പിന്നെ അത് ജോലിക്ക് വേണ്ടി പോയ. കല്യാണം കഴിക്കണമെന്ന മോഹമായി ആ നാട്ടിലാണ്. പക്ഷെങ്കില് അതൊന്നും നടന്നില്ല, കല്യാണം നടന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച സംഭവത്തിലേക്ക് നമ്മൾ എത്തി. കാരണം ആ ഒരു മണ്ണ്, പടച്ചോന്റെ മണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുത്തനാണ് ഞാൻ. പക്ഷേങ്കില് എനിക്ക് ആ ഒരു ഗ്രോത്തിന് അവിടുത്തെ കുറെ പൈസ എനിക്കത് കിട്ടി. ഞാൻ ഇവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ടൈം എനിക്ക് അവിടുന്ന് ആ ചെറിയ കുറഞ്ഞ ടൈമിൽ നിന്ന് എനിക്ക് അവിടുന്ന് ഏൺ ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു ഇതായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടെലികോം എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടാണ് പോയത്. ഇവിടുന്ന് ഒരു ക്രാഷ് കോഴ്സ് എടുത്തിട്ട് പോയതാണ്. അതിൻ്റെ ബേസിലാണ് അവിടെ ജോലി കിട്ടുന്നത്. അപ്പം നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. അങ്ങനെ 5-6 ബ്രാൻഡുകളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് മൊബൈലിൻ്റെ. പിന്നെ ഡൈസൺ, നിങ്ങളുടെ ഹെയർ സ്മൂത്തിനറൊക്കെ ഉണ്ടല്ലോ, ഡൈസൺ കിടിലം ബ്രാൻഡ്, അത് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോണി പ്ലേ സ്റ്റേഷൻ, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ് എഞ്ചിനീയർ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇത്രയും ബ്രാൻഡ് കൈകാര്യം ചെയ്യുമ്പോൾ ഭ്രാന്ത് പിടിക്കും. ആർക്കൊക്കെ മെയിലടിക്കും, കമ്പനിക്ക് മെയിലടിക്കണം, കസ്റ്റമറിന് മെയിലടിക്കണം, ഇതെല്ലാം പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം, സർവീസ് റീപ്ലേസ്മെൻറ്റ് എല്ലാം. അത്രയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അത്രയും ബ്രാൻഡിൻ്റെ പോളിസി നമ്മൾ പഠിച്ചിരിക്കണം. എന്നെങ്കിൽ മാത്രമേ ആ ജോബ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്നും എസ്കലേഷനും പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മടുത്തു. ഒരു 1.5 കൊല്ലം കൊണ്ട് മടുത്ത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ 1.5 കൊല്ലം വർക്ക് ചെയ്തു. ഇതിനിടയ്ക്ക് ഞാൻ റിഫ്രഷ്മെന്റ്, പിന്നെ അതിനേക്കാളും റിഗ്രറ്റ് അടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇത്രയും ഒന്നും ആവാത്ത നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ കയറി ആ ടൈമിൽ അങ്ങ് പോയി കത്തിയവരൊക്കെ. അസൂയെന്നല്ല, അന്നേരം എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി. കാരണം ഇതൊക്കെ വിട്ടിട്ട് നമ്മളെ വേറൊരു റിസ്ക് എടുത്തിട്ട് എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്, ഒത്തിരി പേര് പരിഹസിച്ചിട്ടുണ്ട്. മീൻസ് വീട്ടുകാരുടെ മുന്നിൽ പോലും ഞാൻ ഒത്തിരി പരിഹാസം ഇതായിപ്പോയിട്ടുണ്ട്. കാരണം അത്രയും കിട്ടിയ പൈസ എല്ലാം കൊണ്ട് ഇത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ എഫേർട്ട് ഫുൾ അതിനകത്തിലിട്ട് നമ്മൾ ഇട്ടിട്ട് അതിന് റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും സഹിക്കും. പക്ഷെ നാട്ടുകാർ നിനക്ക് ഭ്രാന്താടാ പന്നി എന്നുള്ളൊരു ഇതാ. എവിടെ ചെന്നാലും പക്ഷെ എന്നോട് അങ്ങനെ ആരും പെരുമാറിയിട്ടില്ല. പക്ഷെ എന്റെ ഉള്ളിൽ തന്നെ അറിയാം നമ്മളെ അവരുടെ മുന്നിൽ നിന്ന് അത് വായിച്ചെടുക്കാം നമുക്ക്. അപ്പൊ മുഖത്ത് നോക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ആരും പറയാനുള്ള അവസരം ഞാൻ മുഖത്ത് നോക്കാൻ പോത്തില്ലല്ലോ, നമുക്കറിയാമല്ലോ എന്തായാലും കേൾക്കുമെന്ന്. അത് കൊള്ളാം. ഓക്കെ, എന്നിട്ട് റൂമിലിരുന്ന് ബോറടിച്ചു, മൊത്തത്തിൽ ജോലിയെ ബോറടിച്ചു. ഞാൻ ആവുന്ന എൻ്റെ മാനേജേഴ്സിനോടും സബോർഡിനേറ്റ്സിനോടും ഒക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് എന്നെ എങ്ങനെയും ഒന്ന് പറഞ്ഞുകൂടെ, ഞാൻ പോണെയാണ്, എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനല്ല, ഞാൻ എൻ്റെ ക്യാമറ ഇവിടോട്ട് കൊണ്ടുപോയി. ദുബായിക്ക് പോയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കൊണ്ടുവന്ന് അവിടെ ഇരുന്നപ്പം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അങ്ങനെ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. ആ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കട്ട് ചെയ്ത് ഇടുമായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ അതിന് വ്യൂസ് കിട്ടി തുടങ്ങി, ചെറിയ 10-20 വ്യൂസൊക്കെ കിട്ടി തുടങ്ങി. അപ്പം എനിക്ക് ഒന്ന് ഞാൻ അന്നേരം ഒന്ന് റിയലൈസ് ചെയ്ത് ഇങ്ങനൊരു സംഭവം ശരിയാ ഇൻസ്റ്റയിൽ ഇട്ടാൽ എന്താ കുഴപ്പമെന്ന്. അപ്പം ഞാൻ അന്ന് ഈ യൂട്യൂബിൽ റിയാക്ഷൻ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. യൂട്യൂബിലും പോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ, എൻ്റെ അറിവിൽ യൂട്യൂബിലാണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അർജുനും പിന്നെ സീക്രട്ട് ഏജന്റും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വീഡിയോസ് ഇങ്ങനെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ ഷാജൻ സക്രിയ അങ്ങനെയുള്ള പുള്ളി മറുനാടൻ മലയാളി, അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ടോപ്പിക്കുകൾ വെച്ചിട്ട് സംസാരിക്കുന്നത്. ഞാൻ അവരുടെയൊക്കെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുമായിരുന്നു, റിയാക്ഷൻ. അത് പക്ഷേ വിമർശനാത്മകമായിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലായിരുന്നു അവർ വീഡിയോസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ, ഞാൻ പിന്നെ നമ്മൾ സ്ക്രോൾ സ്ക്രീനിൽ വരുന്നത് ഇങ്ങനെ കണ്ടിട്ട് നമ്മളിരുന്ന് എൻജോയ് ചെയ്യത്തില്ല ആ വീഡിയോ. ആ ഒരു എൻജോയ്മെന്റ് ഞാനങ്ങ് ശരിക്കും അങ്ങ് ജനങ്ങളിലേക്ക് അങ്ങ് എത്തിച്ചു. ഞാനിരുന്ന് കണ്ടിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന സംഭവം അത് റിയലായിട്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് അങ്ങ് വെച്ചു അതിനടിയിലോട്ട്. അത്രേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെ ഐഡിയ കിട്ടിയത്, ഞാൻ ഈഗിൾ ഗെയിമിങ്ങില് അവന് പോഡ്കാസ്റ്റ് ചെയ്യും. പോഡ്കാസ്റ്റ് അല്ല, ലൈവ് പോഡ്കാസ്റ്റ്, അത് തന്നെ ഗെയിമിങ്. അങ്ങനെ അവരുടെ കോൺവെർസേഷൻ കട്ട് പീസ് വരും.
വീഡിയോ ചെയ്യുന്നതിൻ്റെ കോൺവെർസേഷൻ മേളിൽ അവരുടെ ഗെയിമിങ്ങിൻ്റെ ഇതും അതിൻ്റെ താഴെ ഇവർ ഡയലോഗ് പറയുന്നതും കോൺവെർസേഷൻ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കും. അപ്പം ആ ഒരു സംഭവം കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ആ ടൈമിൽ അങ്ങനെ റിയാക്ഷൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് റിയാക്ഷൻ ചെയ്യുന്ന ആരും ഇല്ല. അപ്പം ഞാനത് നോക്കിയപ്പം ഇത് കമ്പയർ ചെയ്തിട്ട് ഈ ഒരു സാധനം ഞാനങ്ങ് പിടിച്ചു. ഇൻസ്റ്റയിൽ തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ട് അതിനകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ടുള്ള കണ്ടൻറ്റുകളും ഇൻ്റർനാഷണൽ കണ്ടൻറ്റ്സ് എല്ലായിടത്തും ഓടുന്ന കണ്ടൻറ്റുകൾ അങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് ഞാൻ ഫോക്കസ് ചെയ്ത്. അത് എങ്ങാണ്ട് എനിക്ക് ആദ്യം ചെയ്ത വീഡിയോ ക്ലിക്കായ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ ജോസഫിൻ്റെ ഒരു പാട്ട്, ഒരു സിനിമയിലെ ഒരു പാട്ട് റീപ്ലേസ് ചെയ്തിട്ട് അതിന് വേറൊരു പാട്ട് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടൊരു വീഡിയോ. അതിനെങ്ങാണ്ട് 24 മില്യൺ വ്യൂസ് പോയി ആ ഒരു സോങ്ങിന് ഒറ്റയടിക്ക്. അന്നേരം തന്നെ ഒറ്റയടിക്ക് 34,000 ഫോളോവേഴ്സ് അങ്ങ് ഉണ്ടായി എനിക്ക്. അത്രയും കയറി. അന്നേരം അതിന്റെ പിറ്റേന്ന് ഞാൻ താഴോട്ടിറങ്ങി, എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് താഴോട്ടിറങ്ങിയപ്പോൾ അവിടെ ഫുള്ള് മലയാളീസാണ്. ബ്രോ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതല്ലേ, അവിടെ നമ്മൾ പണ്ട് ആഗ്രഹിച്ച ആ സാധനം വന്നു തുടങ്ങി. അത്രേ ആയിട്ടുള്ളൂ. പിന്നെ എനിക്ക് അവിടെ ഉള്ള ചായക്കടയിൽ നിന്നെല്ലാം ചായ ഫ്രീ. ബ്രോ അതുവഴി പോവാണെങ്കിൽ ബ്രോ ഒന്ന് കയറിയിട്ട് ബ്രോ വേണ്ടാ. അതെ, അങ്ങനെ നമ്മള് അറ്റൻഷൻ കിട്ടി തുടങ്ങിയപ്പം ഞാൻ കൂടുതൽ ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ജോലി അന്നേരം ഒരു ഭാരമായിട്ട് തോന്നി എനിക്ക്. മീൻസ് ഞാൻ ജോബ് പോകും, കൃത്യമായിട്ട് ജോബിന് പോകും. ജോലിക്ക് പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള ടൈം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കും. ഞാൻ ഒരു 2 മണിക്കൂർ നമ്മുടെ ഞാൻ പറയില്ലേ ദുബായിലെ ക്ലൈമറ്റ് അറിയാമല്ലോ, ചൂടാണ്, ഭയങ്കര ഹ്യൂമിഡിറ്റിയും ചൂടുവാ. അപ്പോൾ 2 AC ഇപ്പുറത്ത് ബാൽക്കണിയിലായിരിക്കുന്നത്. അപ്പോൾ 2 AC ഇവിടെ സെൻട്രലായിട്ടിരുന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ചൂടിങ്ങനെ ഭയങ്കരമായിട്ട് ചൂടടിക്കും. അപ്പോൾ ആ ചൂട് മാത്രമല്ല, കൂട്ടത്തിൽ ഈ കാലാവസ്ഥയുടെ ഹ്യൂമിഡിറ്റി ഉണ്ട്, അതും നമ്മുടെ ഈ ക്യാമറയുടെ ലെൻസിലോട്ട് ഇങ്ങനെ അടിക്കും ഹ്യൂമിഡിറ്റി. അതിങ്ങനെ മങ്ങും, ലെൻസ് പൂപ്പിലൊക്കെ പിടിക്കും. അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര എനർജിയാണ്. ചെയ്തിങ്ങനെ കഴിയുമ്പോഴത്തേക്കിനും ഡീഹൈഡ്രേഷൻ ആകും നമ്മുടെ ബോഡിയെല്ലാം, വിയർത്ത് കുളിച്ച് നമ്മുടെ ഇതെല്ലാം ഷർട്ടെല്ലാം അങ്ങ് നനയും. അപ്പോൾ അങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്ത് ഒരു 2-3 മാസം ചെയ്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടി. ഞാൻ ആ വീഡിയോസ് എല്ലാം പാരലായിട്ട് എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു. ഈ ഫേസ്ബുക്കിന് അന്ന് നല്ല ഏണിങ്സ് ഉണ്ട്. 1 മില്യൺ $30. 1 മില്യൺ ഒരു വീഡിയോ 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു മാസം അങ്ങനെ പോയാലും ഒരു 10-13 വീഡിയോ 1 മില്യൺ അടിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു മാസം കണ്ട് $1000 എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് മാത്രം $1000. അപ്പോഴേ ഞാൻ പണിയെ റിസൈൻ ചെയ്ത് നമുക്ക് പണി. അപ്പം അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ പോകുന്നു. വീട്ടിൽ പറഞ്ഞ ജോലി റിസൈൻ ചെയ്യാൻ പോവാ? ഞാൻ പറഞ്ഞില്ല. വീട്ടിൽ പറഞ്ഞ് ഞാനിങ്ങനെ റിസൈൻ ചെയ്യാൻ പോവാന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം അവർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ജോബ് റിസൈൻ ചെയ്തിട്ട്. ഇതിനകത്തിൽ അറിയാമല്ലോ, എല്ലാവരും അങ്ങനെ, പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെ. ഒരാൾക്കൊരു ജോലി വേണമെന്ന് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന വീട്ടുകാരെന്ന് പറയുമ്പോൾ ജോലി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരെല്ലാവരും. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ സാധ്യതകൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനത് ഇപ്പോഴത്തെ കാലത്ത് ജോലിക്ക് പോകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സ്കില്ല് വെച്ച് നമ്മൾ ഏൺ ചെയ്യുന്നത് അതെന്താണോ അതാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. അത് എല്ലാവരുടെയും അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നത്, നമുക്ക് സ്കില്ലുണ്ട്. മറ്റേ ജോലിക്ക് എപ്പോൾ വേണേലും പോകാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് പോയി കയറാം, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ മറ്റുള്ളവരോട് അത് തന്നെ പറയുന്നത്, ഒരു സ്കില്ല് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ആ സ്കില്ലിനെ നമ്മൾ മൂർച്ച കൂട്ടിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മുടെ ആ പൊസിഷനിലേക്ക് വേറെ ആർക്കും എത്താൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നല്ലൊരു കാർപ്പൻറ്ററിന് ഒരു ഇതുണ്ടാക്കിയെടുക്കാൻ മറ്റുള്ളവർക്ക് അത് പറ്റത്തില്ല. ആ ഒരു ടാലൻ്റ് ഉള്ളവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. ശില്പി, പെരുന്തച്ഛനെയൊക്കെ അറിയത്തില്ലേ, കൊത്തുപണിക്കാരെയും. അതാണ്. അപ്പം നല്ലൊരു ശില്പിക്ക് അതിനകത്ത് ഏറ്റവും അഗ്രഗണ്യനാവാൻ പറ്റത്തുള്ളൂ. അപ്പം അതുപോലെ റിയാക്ഷനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ അടിപൊളിയായിട്ട് അഗ്രഗണ്യനായി. അതിൽ ഏതാണ്ട് 4000-5000 പോസ്റ്റോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലും കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി. കുറേ നെഗറ്റീവ്സ് വരുമ്പോൾ നമ്മൾ ആൾക്കാർ പറയുന്നത് കൂടെ കേൾക്കണമല്ലോ. നമുക്ക് നമ്മുടെ സമൂഹം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള കണ്ടന്റ് നമ്മൾ കൊടുക്കാൻ പഠിക്കണം. ആദ്യമൊക്കെ നമ്മൾ ഇടുമെങ്കിലും നമ്മൾ നിൽക്കുന്ന ചുറ്റുപാട് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണമെന്ന് പറയുന്ന പോലെ അതിനകത്ത് കുറേ കണ്ടന്റൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കും. നമ്മൾ ഈ പോകുന്ന വഴിയിൽ നമുക്ക് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നമ്മൾ ചെരുപ്പിടാതെ എത്ര ദൂരം പോകും. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് പോകണം അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പുറകിലോട്ട് പോയിട്ട് നമ്മൾ അത് ക്ലീൻ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകെ വരുന്നവർക്ക് അത് അത്ര ബുദ്ധിമുട്ട് കാണത്തില്ല എന്ന് പറയുന്ന പോലെ നമ്മളത് ക്ലിയർ ചെയ്ത് പോകുമായിരുന്നു ഞാൻ. പക്ഷേ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഒരു ഗ്രോത്ത് കിട്ടിയത്.
അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ ചുമ്മാ ഇരുന്ന് റിയാക്ട് ചെയ്ത് ചിരിച്ചു കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ? ഇല്ല. ആ എക്സ്പ്രഷൻസ് ഒക്കെ എവിടെ നിന്നാ കിട്ടുന്നത്? അതെല്ലാം മലയാള സിനിമയിൽ നിന്നും പിന്നെ ഫോറിൻ സിനിമയിൽ നിന്നും ഒക്കെ അടിച്ചു മാറ്റുന്നു. അല്ലാതെ എന്റെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു വരത്തുള്ളൂ. ആ എക്സ്പ്രഷൻ ഒന്നുകൂടെ കാണിച്ച് സ്വന്തം സാധനം അതിനി വരത്തില്ല, ഇനി വേറെ. അല്ല കൊള്ളായിരുന്നു, കൊള്ളാം കൊള്ളാം. ബാക്കിയൊക്കെ മലയാള സിനിമയിൽ നടിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ സുരാജ് ഏട്ടൻ, ദിലീപ് ഏട്ടൻ, പിന്നെ മാമുക്കായ, പിന്നെ പിന്നെ ഒരുപാട് പേരുണ്ട്. ജഗദീഷ് ശ്രീകുമാർ, പിന്നെ ലാലേട്ടൻ, മമ്മൂക്ക. ആരെ ഫേവറേറ്റ് ആക്ടർ? ഫേവറേറ്റ് ആക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡി ആക്ടേഴ്സ് ആണ് എന്റെ ഫേവറേറ്റ്. പിന്നെ ലാലേട്ടൻ, മമ്മൂക്ക. കോമഡിയിൽ ആരാ? കോമഡിയില് ജഗതി ചേട്ടൻ, അമ്പിളി ചേട്ടൻ, പിന്നെ ഹരീസ് രേഷൻ ചേട്ടൻ, പിന്നെ സലീമേട്ടൻ. ഇവരൊക്കെയാണ് ഞാന് മലയാള സിനിമ മൊത്തം എടുത്തേക്കുവല്ലേ. പിന്നെ പിന്നെ നമ്മുടെ പക്കുറി ചേട്ടൻ, പിന്നെ മെയിനായിട്ട് നമ്മുടെ കുതിരേട്ടൻ പപ്പു ചേട്ടൻ. ഇവരൊക്കെ എന്റെ ഫേവറേറ്റ് ആണ്. മൊത്തത്തിൽ നോക്കുമ്പോഴേ ഈ കോസ്റ്റ്യൂം ദുബായിൽ പോയിട്ട് അങ്ങനെ നിന്നിട്ട് ഇൻഫ്ലുവൻസ് ആയി എടുത്തോണ്ട് വന്നതാണോ? അങ്ങനല്ല, ഇതിന് പുറകെ വേറൊരു സ്റ്റോറി ഉണ്ട്. ആക്ച്വലി ഇത് ഞാനും വേറൊരു ഫ്രണ്ടും കൂടെ ഞങ്ങൾ കുറേ ഷോർട്ട് ഫിലിംസ് ആ ടൈമിൽ ചെയ്തിട്ടുണ്ട് 2019. അപ്പൊ അതിന്റെ ഒരു സ്റ്റോറിയുടെ ഒരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈമിലാണ് ഞങ്ങൾ ദുബായിക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ട്, ദുബായിലുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇതിന്റെ 4ാമത്തെ പാർട്ട് ഷൂട്ട് ചെയ്യാന്നുണ്ട് പ്ലാൻ ചെയ്തിട്ട് ഞാൻ അപ്പോഴത്തേക്കും റിസൈൻ ചെയ്ത് ഞാനീ പോകുന്നു. അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞ് എന്നാ പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പൊ അവൻ ലീവിന് വന്നപ്പോൾ കൊണ്ടു തന്നെയാ ഈ കോസ്റ്റ്യൂം ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നയാ. പക്ഷെ അതിന്റെ ഷൂട്ട് നടന്നിട്ടില്ല ഇതുവരെ. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചത് റൂമിൽ വെറുതെ ഇരിക്കുമല്ലോ, ഒന്ന് ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇട്ട് നോക്കിയത് സംഭവം ക്ലിക്കായി, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ ഇതങ്ങനെ ഇടക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. ഞാനിപ്പോ അടുത്ത 2 എണ്ണത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, കൊണ്ടുവരും. കഴിവ് വല്ലപ്പോഴും ആര് വന്ന് പണം വെച്ച് നോക്കുന്നത്. അത് ശരിയാണല്ലോ. ഈ തലയിലെന്താ? അതെ, വിഷമം തോന്നരുത്, ഞാനിത് നഴിക്കണയാണ്. ഇത് ഞാനിവിടെ ഇട്ടോണ്ട് വന്ന വെല്ലിനാണ്. നോക്ക്, കണ്ട 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 ഇത് ഞാനിങ്ങനെ മടക്കി തലയിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിങ്ങനെ വെക്കും. എന്നിട്ട് നമ്മുടെ ഈ തൊപ്പി, ഈ സംഭവം, ഈ ചാട്ട, ഇത് അവിടുത്തെ ചാട്ടയെ ശരിക്കും പറഞ്ഞ. ഇപ്പൊ ചാട്ടയൊന്നുമല്ല, ഇതിങ്ങനെ വെക്കും. ഇത്രയുള്ള സംഭവം. മറ്റേ ഭംഗി കിട്ടുന്നുണ്ടോ? മറ്റേ വള്ളി പുറകിലായിപ്പോ ഇല്ലേ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ്. ഓക്കേ, ടീഷർട്ട് ആയിരുന്നു അല്ലേ? ആ, ടീഷർട്ട്. അപ്പൊ ടീഷർട്ടും തലയിൽ ഇട്ടാണ് വന്നേക്കുന്നത്. യെസ്. ശരിക്കും അപ്പൊ വേറെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ ഈ കോസ്റ്റ്യൂമിന്റെ കൂടെ ടീഷർട്ട് തന്നെയാണ് വെക്കുന്നത്? അല്ല, ഞാൻ ടീഷർട്ട് തന്നെ വെക്കുന്നത്. ഞാൻ ഇന്നിങ്ങോട്ട് വന്നപ്പോ ഞാൻ ഇച്ചിരി ചെറുത് എടുത്തോണ്ട് വന്നേ. അവിടെ വലിയ ടീഷർട്ട്. നോർമൽ കോസ്റ്റ്യൂം വീട്ടിൽ 2 ഹോഴ്സ് ഉണ്ട്. വീട്ടിൽ 2 കോസ്റ്റ്യൂം ഉണ്ട്. എന്നെ കൂടെ തെറ്റിച്ച്. നോർമൽ കോസ്റ്റ്യൂം ഇട്ടിട്ട് ചെയ്യുമ്പോഴാണോ അതോ അറബിക് കോസ്റ്റ്യൂം ഇട്ടിട്ട് ചെയ്യുമ്പോഴാണോ കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഈ കോസ്റ്റ്യൂമാണ്. ദിസ് ഇസ് എ ഇന്റർനാഷണൽ കോസ്റ്റ്യൂം. മറ്റേയാണ് നമ്മുടെ ലോക്കൽ കോസ്റ്റ്യൂംസ്. അതിനൊരു അറ്റൻഷൻ കിട്ടത്തില്ല. ഇത് പക്ഷേ റെസ്പെക്റ്റ്ഫുൾ ഇതാണ്. ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒമേഗിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തെറി വിളിക്കാൻ വന്നവൻ തെറി വിളിക്കത്തില്ല. അങ്ങനെ കാര്യം ഞാൻ പെമ്പിളാരൊക്കെ പെട്ടെന്ന് സ്കിപ്പ് അടിച്ചു പോകും. അവരെ ഉപദേശിക്കാനിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നല്. ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഗസ്റ്റ് ഒക്കെ ആയിട്ട് വിളിക്കുമ്പോ ഇങ്ങനെ കോസ്റ്റ്യൂം ഞാൻ ഇങ്ങനെ ഇല്ല, അങ്ങനെ പോകാറില്ല. ഇല്ല, ഞാനൊരു കണ്ടന്റിന് വേണ്ടി മാത്രം, കണ്ടന്റ് എടുക്കുമ്പോൾ ഷൂട്ടിങ് ചെയ്യുന്ന ടൈം മാത്രം ഇതിട്ട് അറ്റൻഷന് വേണ്ടിട്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വേറെയും കുറെ കോസ്റ്റ്യൂം ഉണ്ടായില്ല, ഒരു പോലീസിന്റെ ലുക്കിലോ? പബ്ലിക്കിൽ പോകുമ്പോൾ പല കോസ്റ്റ്യൂമിൽ ഇറങ്ങാറുണ്ട്. സ്വാമിജിയുടെ വേഷത്തിൽ ഇറങ്ങാറുണ്ട്, പോലീസിന്റെ വേഷത്തിൽ ഇറങ്ങാറുണ്ട്, പിന്നെ മറ്റേ ടഡി ബിയർ അങ്ങനത്തെ സാധനത്തിലൊക്കെ കയറി ഇരുന്ന് പോകാറുണ്ട്. അത് ഭയങ്കര രസം. അതേതിലും സ്കൂളിന്റെ ഫ്രണ്ടിലോട്ടൊക്കെ അതിട്ടോണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരെല്ലാം വന്ന് അടിയോ അടിപൊളിച്ചു പിടിച്ചിട്ടുണ്ട് പിള്ളേര്. ആ വീഡിയോയും ഞാൻ തരാം. എല്ലാം വരുന്നുണ്ട്, എല്ലാ വീഡിയോയും വരുന്നുണ്ട്. അതല്ല, ഇങ്ങനെ കോസ്റ്റ്യൂംസ് കുറെ ഇറക്കാം, അത് അറ്റൻഷൻ കിട്ടും എന്നുള്ളത് എപ്പോ തൊട്ടിട്ട് തോന്നാൻ തുടങ്ങിയത്? ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറെ സംഭവങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിൽ ആരും ചിന്തിക്കാത്ത രീതിയിൽ, കേരളത്തിൽ ആരും ഇൻഫ്ലുവൻസേഴ്സിൽ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പണ്ടേ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവത്തിന് ഇച്ചിരി കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനിയും വരാൻ കിടക്കുന്നുണ്ട് ഓരോ സാധനങ്ങള്. ഇതൊക്കെ നമ്മള് പണ്ടേ വിട്ട സീനാ. ചിരിക്കാൻ മാത്രമല്ല, അല്ല നമുക്ക് കസേര ഇരുന്ന് ചിരിക്കാൻ മാത്രമല്ല, എക്സ്ട്രീം സാധനങ്ങൾ ചെയ്യാൻ അറിയാം. ഞാൻ പിന്നെ അങ്ങനെ പ്രൊവോക്കേഷനിൽ ഞാൻ വീഴാറില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ
ഇഗ്നോർ ചെയ്ത് പ്രതികരിക്കാതെ വിട്ടുകളയുക അത്രേ ഉള്ളൂ. പബ്ലിക്കിൽ ചെയ്യുമ്പോൾ ഇവർ പറയുന്ന പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ പബ്ലിക്കിൽ ചെയ്യുന്നതിന്. ഇപ്പം ഒരു കൂട്ടം പിള്ളേർ നിൽക്കുക, പെൺപിള്ളേരാവാം ആൺപിള്ളേരാവാം, പക്ഷേ നമ്മൾ അവരോട് പോയിട്ട് സംസാരിച്ച് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവരുടെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കും. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മദ്യപാനികളായിട്ടുള്ള ആൾക്കാർ കാണും, അങ്ങനെയുള്ളവരുണ്ടാകും. അപ്പോൾ അവരൊക്കെ ബീർ ബോട്ടിൽ പൊട്ടിച്ചിട്ട് കുത്താൻ വരും. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാന്നേ ഉള്ളൂ. അപ്പൊ നിയറസ്റ്റ് ആയിട്ട് എനിക്ക് പിന്നെ ഒന്നുമില്ല, ബീർ അടിച്ചോണ്ടിരുന്നത് ഞാൻ അവരോടൊക്കെ പോയി ഇങ്ങനെ ചോദിച്ചിട്ട് തിരിയുമ്പോൾ നീ ഞങ്ങളോട് ചോദിക്കത്തില്ലടാന്ന് പറഞ്ഞിട്ട് ബീർ പൊട്ടിച്ചിട്ട് കുത്താൻ വരുന്നത്. അത് നമ്മളെ അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നോട് ഒന്ന് ഫോൺ ചോദിച്ചു, ഞാൻ ഫോൺ കൊടുത്തിട്ട് പോക്കറ്റ് ഇട്ടു, പറഞ്ഞ് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് എന്നോട് കുത്തുമെന്ന് പറഞ്ഞു. ഞാൻ കൈ വെച്ചിട്ട് ഞാൻ പതുക്കെ ഒരു കൈ അകലത്തി എന്ന് മാറുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ സ്കൂട്ടായി. ഇല്ല കുത്തിയ ഞാൻ കുത്തിയ ആർക്ക് പോയി, ഞമ്മക്ക് പോയില്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിലോട്ട് ഞാൻ അധികം ഇറങ്ങാത്തതാ. പബ്ലിക്കിൽ ഭയങ്കര റിസ്ക് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് റിസ്ക് ഉണ്ട്. പക്ഷെ ഈ റിസ്ക് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്ര ഫെയിം ആകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വിവാദം ഉണ്ടാക്കി എടുക്കുന്ന ഒരു ടൈപ്പാണ് ഇപ്പൊ പുതിയൊരു ട്രെൻഡിങ്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കുണ്ടാകുന്ന പല കാര്യങ്ങളും ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ടൈമിലത്തേക്കിനും ആളൊരു സംഭവം, പിന്നെ അതിൻ്റെ പുറകെ പോകാറേ ഇല്ല, തിരിഞ്ഞു നോക്കാറേ ഇല്ല. നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്, പുറമോട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പറക്കി കൂട്ടി പോകാന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോയതിൽ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു ടൈം ഏതായിരുന്നു? ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റിന്റെ പുറത്ത് പേടി തോന്നാറില്ല, ഫേസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പേടി ചെയ്തിട്ട് കാര്യമില്ല. അവിടുന്ന് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മള് നേരെ തന്നെ പോയാലേ പറ്റത്തുള്ളൂ. നമ്മൾ പിന്നെ ആലോചിക്കില്ല, അതെ മറ്റേ രാന് കുത്താൻ വന്നത് ചെറിയൊരു കല്ലെടുത്തെറിയൂ എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. നമ്മൾ ഫേസ് ചെയ്യുക, അതിനെ എങ്ങനെ നമ്മൾ ആ സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിപ്പോകാൻ പറ്റത്തില്ല. മറിച്ച് കിടതരികിട പാട്ടൊക്കെ പാടി അങ്ങ് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും. അത്രയൊക്കെ ഉള്ളൂ. പ്രോബ്ലം സോൾവിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. ഈ നോർമൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും സ്വന്തം ഒരു കണ്ടന്റ് ഇടുന്നതിനേക്കാളും ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് മറ്റുള്ളവർ കണ്ടന്റ്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മീറ്റ് ചെയ്യാൻ നമ്മൾ അത്രയ്ക്കും വിജിലൻ്റ് ആയിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ 4000 പോസ്റ്റ് ഇട്ടിടത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആരും ഇന്ന് വരെ ആ ഒരു പ്രശ്നങ്ങൾ കേട്ടിട്ടോ പറഞ്ഞിട്ടോ എൻ്റെ പുറകെ പിന്നെ വന്നിട്ട് ശല്യം ചെയ്തിട്ടില്ല. ഞാൻ അപ്പം തന്നെ അത് ഡീൽ ചെയ്ത് പോകാറുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് പല മിസ്റ്റേക്കുകൾ ഉണ്ടാവാറുണ്ട്, അവരുടെ ഭാഗത്തുനിന്ന് പല മിസ്റ്റേക്കുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ അതിനൊക്കെ അങ്ങനെ ഞാൻ പിന്നെ പൊതുവെ ആരെയും ഇറിറ്റേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യാറില്ല. ഒറ്റ ഒരാളെ പോലും ഞാൻ കുറ്റം പറഞ്ഞോ അവരുടെ ലൈഫിലോട്ട് കയറിയിട്ട് ഇതാക്കിയിട്ടോ ഒന്നും ചെയ്യാറില്ല. എനിക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോ, എൻ്റെ സ്ക്രീനിൽ വരുന്ന എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള തോന്നുന്ന വീഡിയോസ് മാത്രം ഞാൻ ചെയ്യുക. അത് ആരെയും കുറ്റം പറയാനോ ആരെയും ഞാൻ നെഗറ്റീവ് ആക്കാനോ ഒരു വീഡിയോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം പോസിറ്റീവ് ആയിരിക്കണം, എൻ്റെ ഫീൽഡിൽ എപ്പോൾ നോക്കിയാലും ഒരു പോസിറ്റീവ് വൈബ് കിട്ടണം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം ഹാപ്പി ആയിട്ട് ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ വരുന്നവരെപ്പോഴും ചിരിച്ചുകൊണ്ടേ സംസാരിക്കാൻ വരാറുള്ളൂ. ബ്രോ എന്ന് പറഞ്ഞിട്ട് വരത്തുള്ളൂ. പക്ഷെ വേറെ ഇടയ്ക്ക് അങ്ങനെ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പൊതുവെ പബ്ലിക്കിൽ പോകുമ്പം വലിയ എന്നല്ല, ചെറിയൊരാളാണെങ്കിലും വലിയൊരാളാണെങ്കിലും ഞാൻ നോക്കിച്ചിരിക്കും, കാര്യം പറയും. എന്നെ കൊണ്ട് പറ്റിയ അവരുടെ കൂടെ ഒന്ന് കറങ്ങി അടിക്കും, ഇങ്ങനെ ഒന്ന് ചില്ലടിച്ച് നടക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് കിട്ടുന്നതും അതുപോലൊക്കെ തന്നെ. ഞാൻ എവിടെ പോയിന്നാലും ബ്രോ എന്തുകൊണ്ട് എന്നുള്ളൊരു ഫീലാണ്. അതൊരു സുഖം. എന്നോട് പലപ്പോഴും പറയണടാ ഇത്ര ഇതാവരുത്, കുറച്ചുകൂടെ ഒരു ഇതൊക്കെ കാണിക്കണം. ഞാൻ എന്തിന് കുറച്ചുകൂടെ ഒരു ജാടയിട്, വെയിറ്റ് ഇട് എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു രീതിയിലല്ല. നമ്മൾ ഈ ഒരു ഇതിനെ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് ട്രൈ ചെയ്ത് എത്തിയ ഒരാളാണ്. അപ്പം ഞാനതിന് അത്രയ്ക്ക് ഇത് കൊടുക്കുന്നുണ്ട്. ഒരു തേർഡ് പേഴ്സണിൽ നിന്നുള്ളൊരു ഇത് പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മളൊരു പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ബാക്കിയുള്ളവരെ അത് ഇഷ്ടപ്പെടുത്തുക അങ്ങനെയാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. വിമർശനങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേങ്കിൽ
ഇവിടെ ലാലേട്ടനെ മമ്മൂട്ടിയും വരെ എടുത്തിട്ട് കൊടുക്കുന്നു. നമ്മള് ആര് ദുബായിൽ നിന്ന് അപ്പൊ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നല്ലോ. ആ ടൈമിൽ അപ്പൊ ഉറപ്പായിരുന്നു എന്തായാലും കണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു രസമുണ്ട്. ഞാൻ ദുബായിൽ നിന്ന് വന്നില്ലേ, വരുന്നതിന് മുമ്പേ ഞാൻ അവിടെ റിസൈൻ ഇട്ടപ്പോൾ തന്നെ എൻ്റെ ഫേസ്ബുക്കിന് മോണിറ്ററൈസേഷൻ പോയായിരുന്നു. ഒന്ന് ആലോചിച്ചേക്ക്, ചെകുത്താൻ ഇനി തിരിച്ചിട്ട് കയറാനും പറ്റത്തില്ല, പോയി ചെയ്തു ഒന്നുമില്ല, മനസ്സിലായോ, 0. പക്ഷെ എങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത്രയും ഒരു നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് പോയേ? അല്ലല്ല, അവിടെ നിന്നേ പോയി. പിന്നെ എന്തും വരട്ടെന്ന് വിചാരിച്ചിട്ട് പരിപാടി തുടങ്ങി. അത് പക്ഷെ ആദ്യമൊന്നും സക്സസ് ആയില്ല. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന തിരിച്ചു പോവാം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ദുബായ് തന്നെ എല്ലാം പൂട്ടിക്കെട്ടി സെറ്റായി. ആ നിമിഷം നമ്മുടെ വഴി തിരി, നമ്മുടെ ഇത് റൂട്ട് ക്ലിയർ ആയി. പിന്നെ സെറ്റായി. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കണ്ട വന്നിട്ടേ ഇല്ല. ജോലി റിസൈൻ ചെയ്തു, നാട്ടിലെത്തി കഴിഞ്ഞപ്പോ വീട്ടുകാർ ഒന്നും പറഞ്ഞില്ല? പറഞ്ഞു അങ്ങനല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. നോക്കാം എന്താവും നോക്കാം. വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടല്ലേ? ഭയങ്കര സപ്പോർട്ടാ. ഈ ഒരു കാര്യത്തിൽ മാത്രം സപ്പോർട്ടില്ല, ബാക്കി എല്ലാ കാര്യത്തിലും സപ്പോർട്ടാ. ഇപ്പൊ ജോലിക്ക് പോകാൻ പറയുന്നുണ്ടോ? ഇപ്പൊ അങ്ങനത്തെ ശല്യമൊന്നുമില്ല. എനിക്ക് കൺവിൻസ് ചെയ്യാം, കുറെയൊക്കെ കൺവിൻസ് ചെയ്യാൻ പറ്റി. നമ്മുടെ പാഷനല്ലേ ഏറ്റവും വലുത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പം അത് അവരെയും കൂടെ കൺവിൻസ് ചെയ്ത് വിട്ടാൽ മതി. നമ്മളത് ഒരു ഇതായിട്ട് ശല്യമായിട്ട് കണ്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോകാൻ നിന്ന് കഴിഞ്ഞാൽ അത്ര ആവത്തില്ല. മാക്സിമം അവരെ കൺവിൻസ് ചെയ്ത് പോകാൻ. എനിക്ക് കൺവിൻസിങ്ങിനകത്ത് ഇപ്പൊ കുറച്ച് ഒരു സ്കില്ലുണ്ട്. ഇല്ല, അത് വേറെ, ഇത് വേറെ. വണ്ടിയുടെ കുറെ വീഡിയോസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും റിയാക്ട് ചെയ്യാന്നാണോ വിചാരിക്കുന്നത്? അത് ഒരു പർട്ടിക്കുലർ കണ്ടന്റ് മാത്രം എടുക്കാന്നാണോ? അങ്ങനല്ല, കണ്ടാ എനിക്കൊരു രസം. നമുക്ക് വണ്ടിയെ കുറിച്ച് ഒരു തേങ്ങ അറിയത്തില്ല. പക്ഷെ എങ്കില് വണ്ടി ഇല്ലാത്ത ഒരാൾക്ക് വണ്ടി കാണുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ. ഇപ്പം റോഡിൽ കൂടി ഒരു വണ്ടി പോകും, അടിപൊളി രസമുണ്ട്. പക്ഷെ നമുക്കൊരു വണ്ടി പോലും ഇല്ല, നമുക്ക് വണ്ടിയില്ല. പക്ഷെ അത് കാണുമ്പോൾ ഇങ്ങനൊരു വണ്ടി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എനിക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. നല്ല വണ്ടികൾ കാണുമ്പോൾ, നല്ല ബസ്, ടൂറിസ്റ്റ് ബസ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ കൊച്ചിലെയൊക്കെ ടൂറിന് പോകത്തില്ലേ, ബസ്സിലിരുന്ന് പാട്ടൊക്കെ കേട്ട് ആ ഒരു ഫീലൊക്കെ വെച്ചിട്ട് നമുക്ക് എപ്പോഴൊക്കെയോ മെമ്മറി കയറി കൂടിയൊരു സംഭവമുണ്ട്. പണ്ടത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി ഇപ്പം ഇച്ചിരി കൂടെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ഒക്കെ ടൂറിന് പോകുന്ന ഒരു സെറ്റപ്പിലോട്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു വൈബ് ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോളേജൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ടൂർ പോകുന്നത്, അങ്ങനെ ഒരു അവസരം കിട്ടുമോ? പക്ഷെ ഇതിന് ഇപ്പോഴത്തെ കാലത്ത് അതുകൊണ്ട് ഇപ്പം സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഒരു ടൂർ പാക്കേജ് എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു രസമാണ്. ഈ വണ്ടിയുടെ ഒക്കെ ഒരു പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജംഗ്ഷനിൽ വരുമ്പോഴത്തേക്കിനും മുഴക്കി ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അവരെ തട്ടിത്തെറിയൊക്കെ പറഞ്ഞ് ജെല്ലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ വിസിലൊക്കെ അടിച്ച് വഴികളൊക്കെ വളരെ ചൂളൊക്കെ അടിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു രസമുണ്ട്. പിന്നെ അടി മേടിക്കാതെ പിടിച്ചാടാ, ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയാണ് വണ്ടിയോടുള്ള. ഞാൻ ഒരു വീഡിയോയുടെ കമന്റ് കണ്ടേ, ജസ്റ്റ് ആ വണ്ടിയുടെ പേരെങ്കിലും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയടാന്ന്. അതിന്റെ കാര്യമില്ല, നമ്മൾ ജെന്യൂൻ ആയിട്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും ഒരു കാര്യം. നമ്മൾ അത് പഠിച്ചിട്ട് പറയാൻ, നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നല്ലോ. അറിയാവുന്നവരും ഒന്ന് കമന്റ് ഇട്ട് പോകും, തിരുത്തിയിട്ട് പോകും. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമുക്കറിയാവുന്ന കാര്യമല്ല നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഏത് വണ്ടിയാ, എഞ്ചിൻ നമ്പർ ഏതാ, ചേസ് നമ്പർ ഏതാ ഒന്നും നോക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മളത് ആസ്വദിക്കുക എന്നുള്ളതേ ഉള്ളൂ. റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് കുറെ പേര് മെൻഷൻ ചെയ്യാറുണ്ടോ ഏതെങ്കിലും ഒക്കെ കണ്ടന്റില്, റീൽസിലൊക്കെ? ഒരുപാട് മെൻഷൻ വരാറുണ്ട്. അങ്ങനെ മെൻഷൻ ചെയ്യുന്ന വീഡിയോസ് എടുക്കാറുണ്ടോ? എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നുന്ന വീഡിയോസ്, ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്ന കണ്ടന്റുകളൊക്കെ ഞാൻ എടുക്കാറുണ്ട്. ഞാൻ കുറെ കൊച്ചു പിള്ളേരുടെ വീഡിയോസ് അയച്ചു തരും. അവിടെ പോകുന്നതും ഇവിടെ പോകുന്നതും ബിയർ കുടിക്കാൻ ചോദിക്കുന്നതും അങ്ങനെയുള്ള കുറെ കണ്ടന്റുകളൊക്കെ ചോദിക്കും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി അവരുടെ പേരൻസ് തന്നെ അയച്ചു തരുന്നത്. നമുക്ക് അത് പേഴ്സണലി എനിക്ക് നോക്കുമ്പോൾ കൊച്ചു പിള്ളേരല്ലേ, അപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതാവോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. അപ്പം ഞാൻ മാക്സിമം ഈ കൊച്ചു പിള്ളേരുടെ വീഡിയോസൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. കൊച്ചു പിള്ളേരുടെ അത് ചിലർ വേറെ രീതിയിലെടുക്കും. എല്ലാവരും അങ്ങനെ ഒരേ മെന്റാലിറ്റി എടുക്കത്തില്ല. പേരൻസിനൊക്കെ ആയിരിക്കും, പക്ഷേ എങ്കിൽ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാറുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പെൺപിള്ളേരുടെ വീഡിയോസ് ചെയ്യുന്നത് തന്നെ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അവൻ പെൺപിള്ളേരുടെ വീഡിയോ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു ടോക്ക് വരും. അപ്പം മാക്സിമം ഞാൻ ഒഴിവാക്കാറുണ്ട്. പിന്നെ പേഴ്സണലി മെസ്സേജ് റിക്വസ്റ്റ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ ഗേൾസിന്റെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അവർക്ക് മലയാളം അറിയത്തില്ലല്ലോ. ഹിന്ദി നെയ് മാലു
അപ്പൊ അവരുടെ വീഡിയോസ് ചെയ്ത് കൊടുക്കും ഞാൻ. അപ്പൊ അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് അത്ര സീനില്ല. പിന്നെ കുറെ ഇഷ്യൂസ് വരാറുണ്ട്. ഞാൻ പിന്നെ അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പേഴ്സണലി ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ചീത്തവിളി അങ്ങനെ കുറെ ഇതുണ്ട്. നല്ല അതും ഞാൻ ആസ്വദിക്കുന്നുണ്ട് സത്യം. കുറെ ഞാൻ എല്ലാ മെസ്സേജും വായിക്കാറുണ്ട്. എല്ലാവരുടെയും മെസ്സേജ് ഞാൻ നോക്കാറുണ്ട്. എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇഗ്നോർ ചെയ്ത് വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ആസ്വദിക്കുന്നു അത്രേ ഉള്ളൂ.